നമസ്കാരം, വെൽക്കം ടു kp'z വേൾഡ് ഫോർ ട്രിക്സ് ആൻഡ് ട്രീറ്റ്സ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു DIY ഗ്ലോ ഓയിലിന്റെ വീഡിയോ ആണ്. ഈ ഒരു ഗ്ലോ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഗ്ലോ ഓയിൽ ഞാൻ കണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതില്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് വലിയ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ജുജൂബിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഗ്ലോ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മളുടെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഏതൊരു ഓയിലും പോകും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പാരഷൂട്ടിൻ്റെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് യൂത്ത്ഫുൾ സ്കിന്നിന് വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷേ എനിക്കിത് നാട്ടിൽ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് അത്ര അറിവില്ല. ഞാൻ പറയുന്നൊരു കാര്യം, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് ഒട്ടിപ്പിടിക്കാത്ത കട്ടി കുറവുള്ള ഏതൊരു ഓയിലും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോർമലി ഫേസിലും ബോഡിയിലും യൂസ് ചെയ്യാൻ വെക്കുന്ന ഓയിൽ കൊണ്ടും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എടുത്തേക്കുന്നത് ഗ്ലോ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഹൈലൈറ്റർ പൗഡേഴ്സ് ആണ്. ഈ ഒരു എംറ്റി ആയിട്ട് കാണുന്ന സ്പേസിലത്തെ ഒക്കെ ഹൈലൈറ്റർ പൗഡർ വെച്ചിട്ട് ഞാൻ ഗ്ലോ ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട കളർ പാറ്റേണിലും ഉണ്ടാക്കാം. ഈ ഹൈലൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൗഡർ ഫോമിലും അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലും വരുന്നുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പൗഡർ ഫോമിലുള്ള ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് രണ്ട് കോമ്പിനേഷൻ എടുക്കാം. ഒരെണ്ണം ഈ ഒരു കളറും പിന്നെ ഇതാ ഒരു ലൈറ്റ് ഒരു ഇതിനകത്ത് കാണുമ്പോൾ എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ബേബി പിങ്കും എടുക്കാം. ഈ ഒരു ബേബി പിങ്കും അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡിനോട് ഒരു സിസർ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു കളറും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു റോസ് ഗോൾഡ് കളറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ റോസ് ഗോൾഡ് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈസിയാണ്, ഇതൊക്കെ ഒന്നും ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ കുത്തി കുത്തി കൊടുക്കുക. നമ്മൾ ഇത് നമ്മളുടെ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആ പൊടി അതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാം കേട്ടോ, ഹൈലൈറ്റർ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ജാറ് ഷേക്ക് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്ലോ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളി സംഭവം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. എപ്പോഴും സ്പ്രേ ബോട്ടിൽസ് ആണ് നല്ലത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം. നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ ഓയിൽ മുകളിലും നമ്മളുടെ കണ്ടില്ലേ നമ്മുടെ ഹൈലൈറ്റർ എല്ലാം താഴെയായിട്ട് വരും. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം, എന്താണ് റിസൾട്ട് എന്നുള്ളത്. കണ്ടോ, നല്ല തിളക്കമില്ലേ? നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. നല്ല രീതിയിൽ ഷൈനിങ് ആണ്. ആ മസാജ് ഓയിൽ അപ്ലൈ ചെയ്ത് അത്രയും ഭാഗത്തും നല്ല തിളക്കമുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഗ്ലിറ്റർ ഒന്നും യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റും അല്ല. തിളക്കം കണ്ടോ? നമ്മുടെ ഫേസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ക്യൂട്ട്നെസ് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ കുറേ പേര് അവരുടെ ഒരു അഹങ്കാരം, നമ്മളെ പറ്റി നമുക്കാണ് ആദ്യം നല്ലൊരു മതിപ്പ് വേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയാണെന്ന് നമുക്ക് തന്നെ ആദ്യം തോന്നണം. അത് തുറന്ന് പറയാനും നമ്മൾ ആരെയും പേടിക്കുകയും മടിക്കുകയും ചെയ്യരുത്. ഞാൻ അടിപൊളിയാണെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാവരും അടിപൊളിയാണെന്ന് നിങ്ങൾക്കും ഉറപ്പ് വേണം. ഓക്കെ, എനിവേസ്, അപ്പോൾ നമ്മൾ ഇതിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തുള്ളി മതി കേട്ടോ. ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഒരു തുള്ളി മതി. ഇപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ.
ചെറിയ രീതിയിൽ. ഫേസ് ഫുൾ തേക്കരുത്. എപ്പോഴും ഫേസിൽ തിളക്കം വേണ്ട ഏരിയാസ് ഈ 2 സൈഡ്, ഇവിടെ പിന്നെ നമ്മുടെ നെറ്റിയുടെ മൂക്കിൻ്റെ അവിടെ, ഇത്രയും ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് തിളക്കം കിട്ടും. ഇതൊക്കെ തിളങ്ങി നിൽക്കുന്നതാണ്ട. കുറച്ചുകൂടെ ഒന്ന് ഈ ക്യാമറയിൽ ഭയങ്കര പാടാണ് എനിക്ക് തോന്നുന്നു കാണാൻ. ഇവിടെ ചെറിയൊരു തിളക്കം വന്നു, ഇവിടെ വന്നു, മൂക്കിൽ വന്നു, ചെറുതായിട്ട്. ഫുള്ള് ഫേസിൽ തേക്കണമെന്നില്ല. ഫുള്ള് ഫേസിൽ തിളങ്ങണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം. പക്ഷെ ഒരു എപ്പോഴും ഒരു ഒറിജിനാലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ഒരു നാച്ചുറാലിറ്റി വരുന്നത് ഇത്രയും പോർഷൻസ് മാത്രമേ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും. വേണ്ട, ചില ആൾക്കാർക്ക് കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ തപ്പിപ്പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മൾ ഇപ്പം സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താണ്ടല്ലോ നല്ലൊരു ഭംഗിയായിരിക്കും. അവിടെ ഒരു ഷൈനിങ് കാണുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ഒരു ലുക്കായിരിക്കും നമുക്ക്. ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ മിനിറ്റുകൾക്ക് ഉള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടുത്തെ ലോക്കൽസിൽ നിന്നാണ് ഇത് പഠിച്ചത്. അറബ്സ് ലേഡീസ് അവരിതുപോലെ ബോഡി ഓയിലിനകത്ത് ഇതുപോലെ ഹൈലൈറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ അറിവാണ് എനിക്ക്. നിങ്ങൾക്കും ഇത് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഫോളോ us on DT Vlogs. Take care. Bye bye. Love you.